ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ ദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. കേരള ഹൗസിൽ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. എനിക്ക് അവിടുത്തെ രീതികൾ വ്യക്തിപരമായി അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, രാജ്യത്തെ ഏത് മുഖ്യമന്ത്രി വന്നാലും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നേരത്തെ സജീഷ് പറയുന്നത് പോലെ ഇതുപോലെ തലയെടുക്കും എന്ന ഭീഷണിയൊക്കെയുള്ള മുഖ്യമന്ത്രിയാകുമ്പോൾ അവിടെ സുരക്ഷ ഇരട്ടിയാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ ഡൽഹി പോലീസിൻ്റെ സുരക്ഷയുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ കേരള ഹൗസിൻ്റെ സെക്യൂരിറ്റിയും ഉണ്ട്. അവിടെ മുഖ്യമന്ത്രി അവിടെ വന്നാൽ ഈച്ച കയറണമെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി വിചാരിക്കണം. ഈച്ച കയറ അങ്ങനെ അത്രയും ത്രിതല സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് അവരുടെ അഭിമുഖം നടത്തുകയാണ്. ആരുടെ കൂടെ? ഈ സുബ്രഹ്മണ്യൻ കൂടെ ഇരിപ്പുണ്ട്. ഈ വിനീത് ഹാണ്ട എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോഡിക്കൊപ്പമൊക്കെ നിൽക്കുന്ന, മോഡിയുമായും ഷായുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അടുത്ത സൗഹൃദം പുലർത്തുമെന്ന് പറയപ്പെടുന്ന വിനീത് ഹാണ്ട വെറുതെ വാതിൽ തുറന്നങ്ങ് വന്ന് അവിടെ ഇരിക്കുന്നു. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ആരാ ഏതെന്ന് ആർക്കും അറിയില്ല. നമ്മളങ്ങ് വിശ്വസിക്കണം രാഹുൽ. ശ്രീ ഹാഷ്മി, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ എസ് സജീഷും അതിനു മുൻപ് ശ്രീ പിണറായി വിജയനും അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം. ആ വിശദീകരണത്തിൽ എന്താ പറയുന്നത്? PR ഏജൻസി കൈസൺ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവർ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂഡ് ദ CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the CM. അതായത് ദ ഹിന്ദു ഇവർ അംഗീകരിക്കുന്ന ശ്രീ SK സജീഷ് അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് എന്ന് പറയുകയും ചെയ്ത ദ ഹിന്ദു തന്നെ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നു, ഹിന്ദു മുഖ്യമന്ത്രിയെ അപ്രോച്ച് ചെയ്തതല്ല ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ച്, മറിച്ച് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ദ ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ 2 PR ഏജൻറ്റുമാരുണ്ടായിരുന്നു എന്നുമാണ് ദ ഹിന്ദു ഇവരെല്ലാവരും അംഗീകരിച്ച വിശദീകരണത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഒന്ന്, ദ ഹിന്ദു മുഖ്യമന്ത്രിയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് ഒരു അഭിമുഖത്തിന് വേണ്ടി എന്ന കള്ളം പൊളിയുന്നു. 2, ദ ഹിന്ദു അതിൻ്റെ ലേഖിക അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ആ ഖൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ പ്രതിനിധി ഇടയ്ക്ക് കയറി വന്നതാണ് എന്ന ആ മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റായി പോവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ ഹിന്ദു ലേഖിക അവിടെ എത്തും മുൻപ് തന്നെ വിനീത് ഹണ്ടയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരുന്നു എന്ന്. ആ ഇൻ്റർവ്യൂവിനെ പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എത്ര നിഷ്കളങ്കമായിട്ടാണ് ശ്രീ ഹാഷ്മി എന്ന് പറഞ്ഞത്. നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിൻ്റെ മോനുണ്ടല്ലോ, ആ ദേവകുമാറിൻ്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരെ, അവർക്കും കച്ചവടമൊക്കെ അടക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നമ്മുടെ ദേവകുമാറിൻ്റെ മോൻ പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതാണ്. ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആ ലേഖിക എന്നോട് പറഞ്ഞു, ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു, അങ്ങ് പക്ഷേ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ അവരും എന്നെ അംഗീകരിച്ചു, ഞാനും എന്നെ അഭിനന്ദിച്ചു, ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു. അങ്ങനെ സന്തോഷമായിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ദേവകുമാറിൻ്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി, എൻ്റെ ശ്രീ ഹാഷ്മി, ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കതയുള്ള ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിനകത്ത് എൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് 3 റൗണ്ട് സല്യൂട്ട് കഴിച്ചു ശ്രീ ഹാഷ്മി. ഇത് പറയുമ്പം കേരളീയ പൊതുസമൂഹത്തോടാണ് പറയുന്നതെന്നുള്ളൊരു ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണ്ടേ? അങ്ങേക്കറിയാമല്ലോ, ഒരു മാധ്യമ സമ്മേളനം ഒരു മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടി വന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റായി ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ അനുവാദമില്ലാതെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഈ നിമിഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സജീഷ് പറയുന്ന പോലെ കോടാനുകോടി രൂപ RSSകാർ വിലയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. RSSകാർ വിലയിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ബ്രീച്ചിൻ്റെ പേരിൽ കേരള ഹൗസിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അധികമായി നിയോഗിച്ചിരിക്കുന്ന കമാൻഡേഴ്സിനെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണം. കാരണം അടുത്ത സെക്യൂരിറ്റി ബ്രീച്ച് അല്ലേ. ഇപ്പോൾ ഒരു മാധ്യമ സമ്മേളന ഹാളിലേക്ക് ആരെങ്കിലും കയറി വന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അത് നടക്കില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി ID കാർഡ് കാണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി മാത്രമേ മാധ്യമ സമ്മേളന മുറിക്കകത്ത് പോലും ഒരാൾക്ക് കയറാൻ കഴിയുള്ളൂ. ശ്രീ ഹാഷ്മിയുടെ ചാനലിൽ നിന്ന് നേരത്തെ അറിയിക്കാതെ ശ്രീ ഹാഷ്മിക്ക് ഒരു ഇൻ്റർവ്യൂവിന് കയറി ഇരുന്ന് കാണിക്കാമോ? കഴിയില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി പ്രൈവറ്റായി ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു റൂമിനകത്തേക്ക് ആരോ ഏതോ മേൽവിലാസമില്ലാത്തൊരുത്തൻ കയറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിൻ്റെ പേരിൽ അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങേ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ നന്ദകുമാറിൻ്റെ മോനെന്നൊക്കെ അങ്ങ് ലഘുവായി പറയുമ്പോൾ ആരാ ഈ നന്ദകുമാറിൻ്റെ മകൻ?
അദ്ദേഹം റിലയൻസ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പിന്നെ സജീഷ് പറഞ്ഞല്ലോ, PR ഏജൻസിയെ പറ്റിയൊക്കെ സജീഷ് പറഞ്ഞല്ലോ. ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത ഹ ഹ ഹ ഹി 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 പത്രസമ്മേളനമാണ്. എന്തെങ്കിലും കടുത്ത ചോദ്യം ചോദിച്ചാൽ ഹ ഹ ഹ ഹി ഹി ഹി, ഇതാ മറുപടി. ഇതുപോലെ ഏതൊരു PR ഏജൻസി എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം ഇട്ടിട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും. മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും. അതുപോലെ ഒരു PR ഏജൻസിയുടെ സംഭാവനയല്ലേ ശ്രീ സജീഷേ? ഇനിയും കോവിഡിൻ്റെ സമയത്ത് ടൈഡൽ 7 എന്ന് പറയുന്ന മുംബൈ ആസ്ഥാനമായി മുൻപ് നരേന്ദ്രമോദിക്കൊക്കെ PR ഏജൻസിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസി, ആ ഏജൻസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി KK ശൈലജ നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനം ടേക്ക് ഓവർ ചെയ്ത് ആ പത്രസമ്മേളനത്തിൽ ചിരിക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, കരുതൽ പറയുന്നത് വരെ ടൈഡൽ 7 എന്ന മുംബൈ ആസ്ഥാനമായ PR ഏജൻസി എഴുതി കൊടുത്തത് ചെയ്ത അഭിനേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ ആളുടെ പാർട്ടിയുടെ പ്രതിനിധിയൊക്കെ PR ഏജൻസിയൊക്കെ കനകോലു എന്ത് പറഞ്ഞാലും ഈ ഇടതുപക്ഷക്കാർക്ക് ഇപ്പം കനകോലു എന്നേ പറയാനുള്ളൂ. ആ കനകോലു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് കൈസൻ. ആ കൈസൻ പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിമുഖം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ദേവകുമാറിൻ്റെ മോൻ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ലഘുവായി ചെയ്യാൻ ദേവകുമാറിൻ്റെ മകൻ വന്നിട്ട് പറഞ്ഞത്, അയ്യോ ഹിന്ദു പത്രത്തിൻ്റെ സർക്കുലേഷൻ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് CMA, അതുകൊണ്ട് ആ സർക്കുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം ഒരു പത്രം കൂടെ വരുത്തിയാലോ എന്നല്ലല്ലോ ചോദിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖമല്ലേ ഇത്? ഇത്ര ലാഘവത്തിലാണ് കൈകാര്യം ചെയ്തത്. ഇനി പോട്ടെ, എഴുതി തയ്യാറാക്കിയ അഭിമുഖമല്ലേ, വിഷ്വൽ അല്ലല്ലോ, എഴുതി തയ്യാറാക്കിയ ഒരു അഭിമുഖം. ശ്രീ ഹാഷ്മി, ഞാൻ പറയാം, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോളം വലിയ പദവിയിലിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ സംസ്ഥാന പ്രസിഡന്റ്. എനിക്ക് പോലും ഞാനൊരു അഭിമുഖം കൊടുത്താൽ പോലും ആ അഭിമുഖം എഴുതി തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് അയച്ചു തരികയും എൻ്റെ ഓഫീസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ അഭിമുഖം പോലും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത്ര പോലും സംവിധാനം എൻ്റെയും ശ്രീ ഹാഷ്മിയുടെയും ഒക്കെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു CID ഉദ്യോഗസ്ഥൻ അവിടെ പ്രസ് സെക്രട്ടറിയായിട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആ CID ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന ആ വകുപ്പിനകത്ത് പിന്നെ എന്തിനാണ് ഈ മാധ്യമ ഉപദേഷ്ടാക്കന്മാരൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ ചാമ്പുകയാണോ എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിനകത്ത് അറിയേണ്ടത്. തമാശയ്ക്കപ്പുറം മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട് രാഹുൽ. ഇതിൽ തമാശ ഞാൻ നേരത്തെ പറഞ്ഞ 13-ാം തീയതി രാഹുൽ, ഞാൻ നേരത്തെ പറഞ്ഞ 13-ാം തീയതി ഒരു ഇത് നമ്മൾ ആധികാരിക ഞാൻ അന്വേഷിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്രസിലടക്കം ANI-യിലടക്കം ഈ പറയുന്ന ഏതോ ഒരു നിഗൂഢ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ ഈ മലപ്പുറത്ത് ഇത്തരം പിടിക്കപ്പെടുന്ന എന്താണ് ഈ പണം നിരോധ സംഘടനകളിലേക്ക് ഒഴുകുന്നു എന്നടിക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്ന ഒരു വാർത്താക്കുറിപ്പ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലേക്കും പോകുന്നു. അതിനുശേഷം സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ ഇന്റർവ്യൂവിന് ശേഷം സമാനമായ രീതിയിൽ ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് കേരളത്തിൽ എന്ന മട്ടിൽ ഒരു സാധനം അങ്ങോട്ടേക്ക് പോകുന്നു. രാഹുൽ, ഇവിടെ നിങ്ങളുണ്ടാക്കിയ ഒരു പുകിലിന്, അത് വാർത്ത കൊടുത്തതിന് എന്താണ് ഷൂ അറിഞ്ഞ് നവകേരള ബസ് മറിഞ്ഞ്, എന്താണ് ഷൂ അറിഞ്ഞാൽ നവകേരള ബസ് മറിയും, അങ്ങനെ മറിയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകും എന്ന തമാശ FIR ഇട്ട് കേസെടുത്തവരാണ്. അന്വേഷിക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? അന്വേഷിക്കണ്ടേ? കേരളത്തിന് താല്പര്യമല്ലേ അത്? ഇനി മാത്രമല്ല ശ്രീ ഹാഷ്മി, ഏത് വിഷയത്തിലാണ് ഈ അഭിമുഖം? ഇന്ന് ഹിന്ദുവിനെ ഇരുന്ന് വെള്ളപൂശുന്നുണ്ടല്ലോ. അങ്ങനെ ഹിന്ദുവിനെ ഇരുന്ന് വെള്ളപൂശുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്താ? ഈ സംസ്ഥാനത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട പ്രബുദ്ധമായ ജനതകളുള്ളൊരു ഒരു ജില്ല, ആ ജില്ലയെ ഒരു ചാപ്പ കുത്തുകയാണ്. എന്ത് ചാപ്പ? ഒന്ന് മതചാപ്പ, രണ്ട് തീവ്രവാദ ചാപ്പ. ഇവിടെ ശ്രീ SK സജീഷ് തന്നെ പറഞ്ഞല്ലോ, പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്തുള്ള ആളുകൾ ബോധപൂർവം കൊന്നതാണ് എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ അതേ ചാപ്പ മലപ്പുറം ജില്ലയ്ക്ക് മുകളിൽ അടിക്കുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു കേസ് കൊടുക്കാനില്ലാത്തത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ആക്ഷേപം വരികയാണ്. എന്താ പറയുന്നത്? കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഏതാണ് ആ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടന? ആ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടന നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണ്? അതിൻ്റെ പേരിൽ 8 വർഷമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? എന്താണ് ആ ഇൻസിഡന്റ്? എന്താണ് അതിൻ്റെ FIR? പറയണ്ടേ? ഇനി അതുണ്ടായിട്ടില്ല. അപ്പോൾ പറയുകയാണ് എന്താണ് ഇൻസിഡന്റ്? അവിടെ മലപ്പുറം ജില്ല കേന്ദ്രമാക്കി 123 കോടി രൂപ വില മതിക്കുന്ന 150 കിലോഗ്രാം സ്വർണ്ണക്കടത്ത് നടത്തി. അതാണ് ആക്ഷേപമെങ്കിൽ ആ സ്വർണ്ണക്കടത്തിനെ പറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണ്ടേ? അപ്പോൾ ഒരു സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഒരു ജില്ലയെ അധിക്ഷേപിക്കാനാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് ഏതാ? 100 ദിവസത്തിലധികം ഒരു IAS ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് ഏതാ? ആ സ്വർണ്ണക്കടത്തിൽ ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ, അയാളുടെ ജില്ല മലപ്പുറം. ഇനി പോട്ടെ, മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ മലപ്പുറം ജില്ലക്കാരിയ. അപ്പോൾ ഒരു ജില്ലയെ ചാപ്പ കുത്തി അധിക്ഷേപിക്കുമ്പോൾ ആ അധിക്ഷേപിച്ച മാധ്യമത്തെ, ബാക്കിയല്ല ഇന്നിപ്പോൾ 24 അടക്കമുള്ള നിങ്ങളെല്ലാ മലയാള മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി അടച്ചാക്ഷേപിച്ചു. നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, എൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഹിന്ദു അങ്ങനെയല്ല, നല്ല ഒന്നാന്തര മാധ്യമ. എന്ത്? ഈ കേരളത്തിലെ മലപ്പുറം പോലെ പ്രബുദ്ധമായ ഒരു ജില്ലയെ അതിക്രമിക്കുവാൻ, വർഗീയമായി അതിക്രമിക്കുവാൻ, തീവ്രവാദ ചാപ്പ കുത്തുവാൻ വേണ്ടി ശ്രമിച്ച ഹിന്ദു നല്ല പിള്ള,
ആ ഹിന്ദുവിനെതിരായിട്ട് കേസില്ല. ചോദിക്കട്ടെ, ഇപ്പൊ ഹിന്ദുവിനെതിരായിട്ട് മുഖ്യമന്ത്രി കേസ് കൊടുക്കാത്തത് എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, കാരണം കൈസൻ എന്ന് പറയുന്ന PR ഏജൻസി അങ്ങോട്ട് സമീപിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തതെന്നുള്ള ആധികാരികമായ തെളിവുകൾ ഹിന്ദുവിൻ്റെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. ഇവിടെ ശ്രീ ഹാഷ്മി ഇനി ആ അഭിമുഖത്തിൽ മാത്രമാണോ ശ്രീ പിണറായി വിജയന്റെ RSS ബാധവരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ താങ്കൾ നേരത്തെ വായിച്ച വാർത്തയുണ്ടല്ലോ, ADGP അജിത് കുമാർ ഇപ്പോഴും ഇന്ന് രാവിലെ മാധ്യമ സമ്മേളനത്തിൽ 2 കാര്യങ്ങളല്ലേ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയത്. ഒന്ന്, ഹിന്ദുവിനെതിരായിട്ട് കേസില്ല. 2, ADGP അജിത് കുമാറിനെതിരായിട്ട് നടപടിയില്ല. ഇതിപ്പോ CPI അന്ത്യശാസ്ത്രം കഴിഞ്ഞിട്ട് വീണ്ടും അന്ത്യശാസ്ത്രം കൊടുക്കാൻ പോയേക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ ഹാഷ്മി, എനിക്കൊന്ന് പൂർത്തീകരിക്കാൻ സമയം തരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ഉണ്ട്. ഏതൊരു ശ്രീകൃഷ്ണനൊക്കെ ഉള്ള ഒരു സീരിയലിന്റെ ഡയലോഗാണ്. അതിനകത്ത് ശ്രീകൃഷ്ണന്റെ ആദ്യം നമ്മളൊരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിനകത്ത് ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട് രാധയോട്. ശ്രീകൃഷ്ണൻ പറയുകയാണ്, വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധേ. അപ്പോൾ തിരിച്ച് രാധ പറയുകയാണ്, അതിനുള്ള ധനം തന്നത് ഞാനാണ് കൃഷ്ണ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിണറായി വിജയൻ അജിത് കുമാർ തമ്മിലുള്ള സംഭാഷണം. അജിത് കുമാർ പിണറായി വിജയനോട് പറയും, തില്ലങ്കര് തൊട്ട് ഹൊസബല്ലെ വരെയുള്ള RSS നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ. അപ്പൊ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു, അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ. അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ്, അജിത് കുമാർ എന്താ പറയുന്നത്, ഞാൻ RSS സഹായിച്ചിരുന്നു വിജയ. അപ്പൊ തിരിച്ച് വിജയന്റെ മാസ് മറുപടി, ഞാൻ RSSനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അജിത്തെ എന്ന് പറയുന്ന രീതിയിൽ കോമാളിവൽക്കരിക്കപ്പെടുകയാണ് ഇവിടെ RSS. താങ്കൾ പറഞ്ഞ അറിയിലിന്റെ ഏറ്റവും ഡയലോഗ്, നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കൃഷ്ണ എന്നുള്ളത്. ഓക്കെ, ശരി, ഞാനെത്താൻ രാഹുൽ. ശ്രീ SK സജീഷ്